ശക്തി അത് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കണം. അത് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. കണ്ടെത്തുക പറഞ്ഞാൽ യു ക്യാൻ ഡെവലപ്പ് ഇറ്റ്. നിങ്ങളുടെ ഉള്ളിൽ അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ആ ശക്തിയെ ഡെവലപ്പ് ചെയ്യാത്ത ആളുകൾക്കാണ് അവരെ സബ് കോൺഷ്യസ് മൈൻഡ് വളരെ സുപ്പീരിയറായിട്ട് ഇൻഫ്ലുവൻഷ്യലായിട്ട് അവരെ വളരെയധികം സ്വാധീനിക്കുന്നതും അവരുടെ ജീവിതത്തെ വളരെയധികം തകർക്കുന്നതും. നിങ്ങൾ ചെടികളൊക്കെ വളർത്തുന്ന ആളുകൾക്ക് മനസ്സിലാവും, ചെടികളിൽ എന്തെങ്കിലും മഞ്ഞളിപ്പ് വന്നു കഴിഞ്ഞാൽ നിങ്ങളതിന് വേണ്ട പ്രതിവിധി ചെയ്തിട്ടില്ലെങ്കിൽ ആ മഞ്ഞളിപ്പ് കൂടിക്കൂടി ആ ചെടി നശിച്ചു. ഇതുപോലെ തന്നെ നിങ്ങൾ കാണും പല ഫംഗൽ ഇൻഫെക്ഷൻ വന്ന ചെടികളുടെ കമ്പുകൾ ഉണങ്ങിപ്പോകുന്നു. അപ്പം അതിന് ഈ തുരിശ് എന്നൊക്കെ പറയുന്ന സാധനം അടിച്ച് മാറ്റിയെടുക്കുന്ന പോലെ നിങ്ങൾ ഈ മനസ്സിൽ വരുന്ന ഇത്തരത്തിലുള്ള വൈറസ് ചിന്തകൾ, അതായത് അനാവശ്യമായ ചിന്തകൾ, ഇത് നമ്മുടെ ജീവിതം ഉണക്കിക്കളയും നമ്മളാരും അറിയില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ അനാവശ്യമായ ചിന്തകളുണ്ട്, ഉറപ്പാണ്. ചിന്തിക്കരുതെന്നൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷെ ചിന്തകളുണ്ട്. ഈ ചിന്തകളിൽ നിന്നും കരകയറണം. അതാണ് പാപത്തിൽ നിന്നുള്ള മുക്തി. പാപത്തിൽ നിന്നും പുറത്ത് കിടക്കുക എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനിയെ നമ്മൾ മാറ്റണം. അതിനെ നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ മാറ്റണം. ഡെസ്റ്റിനി മാറ്റണമെങ്കിൽ നിങ്ങൾക്കൊരു ഡെസ്റ്റിനേഷൻ വേണം, അല്ലെങ്കിൽ നിങ്ങൾ ഡെസ്റ്റിനിയിൽ കിടന്ന് കറങ്ങും. നിങ്ങൾക്ക് വിധി വേണോ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വഴി വേണോ, ഒരു ഡെസ്റ്റിനേഷൻ വേണോ. വഴിയുള്ളവർക്ക് വിധി തടസ്സമല്ല. വഴിയില്ലാതെ പോകുന്നവർക്കാണ് ഡെസ്റ്റിനി പറയുന്ന വഴിയിലൂടെ പോണ്ടി വരിക. നിങ്ങൾ നോക്കൂ, പാടത്ത് വെള്ളം നിറയും മഴക്കാലത്ത്. നിങ്ങളതിന് പോവാൻ വരമ്പുകളിലൂടെ ഈ പല കൃഷിക്കാരും ചെയ്യുന്നതെന്ന് വെച്ചാൽ വയലുകൾക്കിടയിൽ ഈ വെള്ളത്തിന് പോകാനുള്ള ചാലുകൾ ഉണ്ടാക്കും. അവർ പരസ്പരം സഹകരിച്ചിട്ട്. പിൽക്കാലത്ത് എന്തു പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ സ്വാർത്ഥരായപ്പോൾ മനുഷ്യൻ ആ സ്ഥലം കൂടി വെട്ടിപ്പിടിച്ച് അവനവൻ്റെ വയലാക്കി. അപ്പോൾ ഓരോ പാടത്തും വെള്ളം നിറഞ്ഞാൽ പിന്നെ മറ്റവൻ്റെ കൃഷി നശിച്ചു. ഇപ്പം ഈ കുട്ടനാട്ടിലൊക്കെ സംഭവിക്കുന്ന ഒരുപാട് ദുരന്തം ഇതിൽ നിന്നുണ്ടായത് കൂടിയാണ്. പണ്ട് കാലത്ത് വെള്ളത്തിന് പോകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. അത് റോഡ് കെട്ടിയിട്ടും അതുപോലെ തന്നെ ഉള്ള തോടുകളുടെ വീതി കുറച്ചും ഉള്ള വരമ്പുകൾക്കിടയിലൊക്കെ വെള്ളം പോകുന്നതൊക്കെ ആളുകൾ വെട്ടിപ്പിടിച്ചും അവരുടെ സ്വാർത്ഥതയിലേക്കായപ്പം വെള്ളത്തിന് പോകാൻ വഴിയില്ല. അപ്പം വെള്ളം ഒരു ഭാഗത്ത് നിറഞ്ഞാൽ മറുഭാഗത്ത് വെള്ളം കയറി അത് നശിക്കും. ഇതുപോലെ മനുഷ്യൻ്റെ മനസ്സിലും അനാവശ്യമായ ചിന്തകൾ വന്നാൽ സ്വന്തം ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും തകർക്കും. അപ്പം അതിന് നമുക്ക് വേണ്ടത് എന്താണ്? ബുദ്ധിക്ക് പോവാൻ ഒരു വഴി നമ്മൾ തിരഞ്ഞെടുത്ത് ആ വഴിയിലൂടെ വളരെ വ്യക്തതയോടെ, ധൃതയോടെ, കൃത്യതയോടെ നിങ്ങൾ യാത്ര ചെയ്യാൻ തയ്യാറുണ്ടോ? പാപത്തെ മറികടക്കാം. ബുദ്ധി വഴി അവർക്ക് പാപത്തെ മറികടക്കാം.